നമ്മുടെ യുവാക്കളോട്, ചെറുപ്പക്കാരോട് പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് ചെറുപ്പക്കാരെ സംബന്ധിച്ച് പറഞ്ഞത്, ഉസീകും ബിശ്ശബാബി ഖൈറാ, എന്റെ യുവാക്കളോട് നിങ്ങൾ നന്നായി പെരുമാറണമേ, യുവാക്കളോട് നന്നായി പെരുമാറണമേ. ഹബീബായ തങ്ങളുടെ ഹദീസാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. فإنهم أرق أفئدة بعثت بالحنيفية السمحة فحالفني الشباب وخالفني الشيوخ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹ് തങ്ങൾ പറയുമായിരുന്നു, ഉസീകും ബിശ്ശബാബി ഖൈറാ, എന്റെ യുവാക്കളോട് നിങ്ങൾ നന്നായി പെരുമാറണമേ, യുവാക്കളോട് നല്ല നിലക്ക് പെരുമാറണം. അവർ ഹൃദയം ലോലമായവരാണ്, മൃദുല ഹൃദയമുള്ളവരാണ്. എന്ത് പറഞ്ഞാലും അങ്ങ് വിശ്വസിച്ചേക്കും, അങ്ങ് ഇറങ്ങി പുറപ്പെട്ടേക്കും. ആര് പറഞ്ഞാലും അവരെ വഞ്ചിക്കാൻ കഴിയും. പെട്ടെന്നങ്ങ് പ്രണയത്തിലായി പോകും. 2 ദിവസം കൊണ്ട് കാമുകനായി ഭ്രാന്ത് പിടിച്ച് ശരീരം മെലിഞ്ഞുണങ്ങി. ഇങ്ങനെയൊക്കെ ആവാൻ അവരുടെ ഹൃദയം ലോലമാണ്. അല്ലാഹു എന്നെ നേരായ ഋജുവായ ഇസ്ലാമുമായി പറഞ്ഞയച്ചപ്പോൾ ചെറുപ്പക്കാരാണ് എന്റെ കൂടെ വന്നത്. പ്രായമുള്ള ആളുകളൊക്കെ എനിക്കെതിരായിരുന്നു. അതുകൊണ്ട് എന്റെ കൂടെ നിന്ന ചെറുപ്പക്കാർക്ക് തെറ്റുപറ്റുമ്പോൾ നിങ്ങൾ അവർക്ക് നല്ല നിലക്ക് പറഞ്ഞു കൊടുക്കണമേ. യുവാക്കളോട് നിങ്ങൾ നന്മ ചെയ്യണമേ, അവർക്ക് നല്ല നിലയിൽ പറഞ്ഞു കൊടുക്കണമേ എന്ന അഷ്റഫുൽ ഖൽഖിന്റെ ഹദീസിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. നല്ല നിലക്കുള്ള സാരോപദേശം, ആക്ഷേപം, കുറ്റപ്പെടുത്തലുകളല്ല. ഉപദേശം, സാരോപദേശം. നന്മ ചെയ്യാൻ പരസ്പരം ഉപദേശിക്കണമേ, ക്ഷമിക്കാൻ പരസ്പരം ഉപദേശിക്കണമേ. അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും നന്മ ചെയ്യാൻ പരസ്പരം പറയുകയും ക്ഷമിക്കാൻ ഉപദേശിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ വിജയിക്കാൻ കഴിയും. ബാക്കിയുള്ള മുഴുവൻ ആളുകളും പരാജയത്തിലല്ലോ. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് പരാജയമെന്ന് അല്ലാഹു പറയുകയും 4 കർമ്മങ്ങൾ ചെയ്യുന്നവർക്കൊഴികെ, അവരിൽ ഒന്ന് വതവാസൗ ബിൽ ഹഖ്, ഹഖ് പരസ്പരം ഉപദേശിക്കുകയും വതവാസൗ ബിസ്സബ്ർ, സബ്ർ പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുന്നവരത്രേ. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മെ പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.